ഇന്നലെ രാത്രിയൊന്നും ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. മോൾക്ക് നല്ല പനി ഉണ്ടായിരുന്നു രാത്രിയിൽ. പെട്ടെന്നായിരുന്നു കേട്ടോ പനി വന്നത്. പക്ഷേ പുലർച്ചെ ആയപ്പോഴത്തേക്കും മരുന്ന് കൊടുക്കാതെ തന്നെ പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് ഉറങ്ങിയത്. അപ്പോൾ രാവിലെ എണീക്കാൻ തന്നെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. എണീറ്റത് ഞാൻ ഫ്രീസറിലുള്ള മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടാണ്. എന്നിട്ട് അതിനെ വറുക്കാനുള്ളതും കറിക്കുള്ളതൊക്കെ മാറ്റിയിട്ട് വറുക്കാനുള്ളതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി എടുത്ത് വെച്ച്. പിന്നെ ഈ മീൻ നമുക്കിന്ന് മുളകിട്ട് കുടംപുളിയിട്ട് കറി വെക്കാം കേട്ടോ. കുറച്ചധികം മുള്ളുള്ള മീനാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ കഴിക്കാൻ. കറിക്കായിട്ട് ഉലുവയൊക്കെ പൊട്ടിച്ച് ഉള്ളി വഴറ്റിയെടുത്ത് അതിൽ മുളക് പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് ആവശ്യത്തിന് പുളിയും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ച് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ തന്നെ നമ്മൾ ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മീൻ വറുക്കാനായിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് കറിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അതൊന്ന് ഇറക്കി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ മോൾ എണീറ്റ് വന്നിട്ടുണ്ട്. അവളിത് എനിക്ക് അമ്മ ഈ ഉടുപ്പിട്ട് തരണം, ഞാൻ ഡാൻസ് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഇന്നലെയുള്ള മീൻ കറി ഞാൻ തിളപ്പിച്ചടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സവാളയും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് രാവിലത്തേക്ക് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് വഴറ്റിയിട്ട് ക്യാരറ്റും ഇട്ട് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് മാറ്റിയിട്ടാണ്. പിന്നെ കുഞ്ഞിനുള്ള മീൻ, എരിവിടാത്ത മീൻ തനിച്ച് ഒരു വറുത്ത് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വെള്ളം തിളച്ച് വന്നു. റവയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല വിട്ട് വരുന്ന നല്ല സോഫ്റ്റ് ഉപ്പുമാവായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നേ. സാധാരണ കിട്ടാറില്ല കേട്ടോ എനിക്കിങ്ങനെ. പിന്നെ നായിലായിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല കേട്ടോ, കുഞ്ഞിന് പനിയായതുകൊണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ രാവിലെ കുളിച്ച് അവളെ മേല് കഴുകി വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് മോള് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാനും മോളും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് രാവിലത്തെ. പിന്നെ പണിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് അവളുടെ കൂടെ തന്നെ ഇരുന്ന് ഫുൾ ടൈം കളിയായിരുന്നേ. ഉച്ചയായപ്പോഴത്തേക്കും ചേട്ടൻ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. താങ്ക്